ഹലോ ഗൈസ്, ഇന്ന് ജോക്കുട്ടൻ്റെ തലയിലും വയറ്റിലെയും മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ദിവസമാണ്. ചേട്ടൻ കാലത്ത് തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ന്യൂസിൽ ഫുള്ളും മഴയുടെ കാര്യങ്ങളാണ് പറയണത്. ഇപ്പോൾ ഇവിടെ കുറച്ചൊന്ന് തുറന്ന് നിൽക്കുന്നുണ്ട്. അവൻ്റെ ടോയ് കാറിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ചേട്ടൻ അവനെ തുടപ്പിക്കുകയാണ്. അവനിപ്പോൾ കുളിപ്പിക്കാനൊന്നും പറ്റില്ല. തലയിലും വയറ്റിലും മുറിവുള്ള കാരണം കൊണ്ട് സ്റ്റിച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചേട്ടനും ഞാനും ജോക്കുട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എൻ്റെയും ചേട്ടൻ്റെ വീടൊക്കെ ചാലക്കുടി ഏരിയയിലാണ്. അപ്പോൾ ഞങ്ങൾ ചാലക്കുടിയിലത്തെ ഹോസ്പിറ്റലാണ് കാണിക്കാറ്. റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ. മുരിങ്ങൂര്, കൊരട്ടി, ചെരങ്ങരയൊക്കെ റോഡ് പണി നടക്കുന്ന കാരണം കൊണ്ട് ചാലക്കുടി ഏരിയ ഒക്കെ നല്ല ബ്ലോക്കിൽ പെട്ട് കിടക്കാണ്. സാധാരണ യാത്ര ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ 1 മണിക്കൂർ മുന്നൊക്കെ പോയാലാണ് നമുക്ക് സമയത്തിന് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ. രാജഗിരിയിലാണ് ജോക്കുട്ടൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞത്. അവൻ്റെ എപ്പിലെപ്സി ട്രീറ്റ്മെൻറ്റൊക്കെ രാജഗിരിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാത്ത ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഞങ്ങൾ സെൻറ്റ് ജെയിംസിലേക്കാണ് കാണിക്കുക. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവൻ്റെ മുറിവ് ഒന്നരാടം ഡ്രസ്സ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ കണ്ടതിന് ശേഷം വേണം ഡ്രസ്സ് ചെയ്യാനായിട്ട്. കാലത്ത് ഫിറ്റ്സിൻ്റെ മരുന്നൊക്കെ അവന് കഴിക്കാനുള്ളതുകൊണ്ട് അവൻ നല്ല ഉറക്കമായിരിക്കും. അത് കാരണം കൊണ്ട് അവനെ കാലത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ വൈകിട്ടേക്കാണ് നമ്പർ എടുത്തേക്കണേ. ഡോക്ടറെ കാണിച്ച് ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാണ്. ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോണത്. എനിക്ക് വീട്ടിൽ പോകാനായിട്ട് ആൾ ഓട്ടോറിക്ഷ ഒക്കെ പിടിച്ചു തന്നു. നല്ല മഴക്കാറുണ്ട്. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ ഭയങ്കര മഴ പെയ്യുന്നു തോന്നുന്നുണ്ട്. അതിനു മുന്നേ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ചാലക്കുടി പുഴ. അപ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ടോ. ഇതാണ് എൻ്റെ വീട്. അമ്മ പുറത്ത് നിൽക്കുന്നുണ്ട്, പണി കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.